ഞങ്ങളൊക്കെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, 5 നേരം നിസ്കരിക്കുന്നവരാണ്, ഞങ്ങൾ ഖുർആൻ ഓതുന്നവരാണ്, ഞങ്ങളാരും ശിർക്ക് ചെയ്യാറില്ല, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളായത് കൊണ്ടാണല്ലോ ബഅദ് കേൾക്കാൻ വന്നത്. പിന്നെ എന്തിനാണ് ഞങ്ങളോട് പടച്ചവനോട് പങ്കു ചേർക്കല്ലേ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗിക്കുകയാണ്. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരികയാണ്, വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അല്ലാഹുവേ ഒരു സുന്ദരനായ ഒരു മനുഷ്യന് കടന്നു വരികയാ. സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ സഹാബത്തിന്റെ ഇടയിലൂടെ നടന്ന ആ മനുഷ്യൻ ഇങ്ങനെ വരികയാണ്. ആ മനുഷ്യൻ ആ നാട്ടുകാരനല്ല, ആ മനുഷ്യനെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, യാത്രക്കാരനല്ല. കാരണം വസ്ത്രത്തിലെങ്ങും ഒരു യാത്രയുടെ അടയാളം കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് സലാം പറയുകയാ. എന്നിട്ട് പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് അതാ തന്റെ കാൽമുട്ടുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽമുട്ടിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് 2 കൈയും എടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലിന്റെ തുടയിലടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന മദ്രസയിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് പോലും അറിയാ ഈമാൻ കാര്യമെന്ന് പറഞ്ഞാൽ എന്താ. 6 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനാണ് ഈമാൻ കാര്യമെന്ന് പറയുന്നത്. 1 അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്, 2 അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, 3 അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല്, 4 അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കല്, 5 അന്ത്യദിനത്തിൽ വിശ്വസിക്കല്, 6 വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈ പറയുന്ന 6 കാര്യങ്ങളിൽ വിശ്വസിച്ചാൽ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകൂ, യഥാർത്ഥ ഈമാനുള്ളവനാകൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ 5 കാര്യങ്ങളിൽ ഒരു മനുഷ്യനും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നു. ഈ ലോകം ഒരു ദിവസം തകരുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷേ 6ാമത്തെ ഒരു കാര്യമുണ്ടല്ലോ, അവിടെയാണ് നമ്മളിൽ പലർക്കും പിഴച്ചു പോകുന്നത്, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. 6ാമത്തെ കാര്യമുണ്ട്, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. ദുഃഖവും സന്തോഷവും അത് പടച്ചവന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ഒരു മനുഷ്യൻ വിശ്വസിച്ചാലേ അവൻ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോ, ലക്ഷങ്ങളുടെ കച്ചവടമുണ്ടായിരുന്ന സ്ഥാപനമാണ് പെട്ടെന്നങ്ങ് പൂട്ടുകയാണ്. ലക്ഷങ്ങളുടെ കടം വന്നു, മക്കൾക്ക് രോഗം വരുന്നു, വീടിനകത്ത് തമ്മിലടിയാകുന്നു, വീട്ടിലുള്ളവർ പെട്ടെന്ന് മരിച്ചു പോകുന്നു. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, ദുഃഖങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. ആരോ മന്ത്രവാദം ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആരോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുകയാണ്, എന്റെ വീടിന്റെ മൂലയിൽ മൊട്ട കുടിച്ചിട്ടത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത് കടന്നു വരുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, പിന്നെ അതിന് പ്രതിവിധി ചെയ്യാൻ ഞാനും നിങ്ങളും ഓടുകയാണ്. നമ്മളിൽ പലരും പിന്നെ അതിന് പ്രതിവിധി ചെയ്യാൻ, എന്റെ പ്രിയമുള്ളവരെ, മന്ത്രവാദങ്ങൾ നേടി നടക്കുന്നവരുണ്ടല്ലോ, ജ്യോതിശാലയങ്ങൾ കയറി നേറി നടക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, എന്റെ പ്രിയമുള്ളവരെ, ആരുടെ മുന്നിൽ ഓടി ചെന്നിട്ടും പ്രയോജനമില്ലല്ലോ. എല്ലാം അല്ലാഹു തീരുമാനിച്ചു വെച്ചതാ. പടച്ചവന് പണ്ടേ തീരുമാനിച്ചു വെച്ചതാണ്. എന്നാണ് പടച്ചവന് തീരുമാനിച്ചത്? നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന് 4 മാസം പ്രായമായപ്പോ, ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന് 4 മാസം പ്രായമായപ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടുകയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സിറാജ് എന്ന
പറയുന്ന എന്റെ മുന്നിലേക്ക് മലക്ക് കടന്നു വന്നിട്ട് എന്റെ തലച്ചോറിൽ എഴുതി വെക്കുന്നു, സിറാജ്, നീ ഇത്ര വയസ്സ് വരെ ഈ ദുനിയാവിൽ ജീവിക്കും, നിന്റെ ഭാര്യ ഇതാണ്, നിനക്ക് ഇത്ര മക്കളുണ്ട്, നിനക്ക് ഇത്ര സമ്പത്ത് കിട്ടും, തീ തിന്നണ്ട ഭക്ഷണം ഇതാണ്. പടച്ചവനെ, എന്നെ കുറിച്ചുള്ള സർവ്വതും മലക്ക് എഴുതി വെക്കുകയാ. അവസാനം എഴുതി വെക്കുന്നു, സിറാജ്, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്നു നീ മരിക്കുമടാ സിറാജ്, നിന്നെ കബറടക്കുന്നത് ഇന്ന സ്ഥലത്താണ്. ആ മരിക്കുന്ന സമയത്ത് നീ മുസ്ലിമായിട്ടാണോ കാഫിറായിട്ടാണോ മരിക്കുന്നത്? എല്ലാം എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോഴേ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാ. ഇത് മുഴുവനും അനുഭവിക്കാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇത് മുഴുവനും അനുഭവിക്കാതെ എനിക്ക് പോകാൻ കഴിയുമോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ദുഃഖം തരുന്നത്, നിനക്ക് രോഗം തരുന്നത്, നിന്റെ കച്ചവടം നഷ്ടത്തിലാക്കിയത്, നിനക്ക് ലക്ഷങ്ങളുടെ കടം തന്നത്, നിനക്ക് മക്കളെ തരാത്തത്, ഇതെല്ലാം പടച്ചവന്റെ തീരുമാനമാണ്. ആരെങ്കിലും മന്ത്രവാദം ചെയ്തു വെച്ചത് കൊണ്ട് മാത്രമല്ല. എന്റെ പ്രിയമുള്ളവരെ, ഓടി നടക്കുകയാണ്. ഓരോ മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് പറയും, എന്റെ സമയം ശരിയാണോ, എന്റെ സമയം ശരിയാണോ? എന്റെ പ്രിയമുള്ളവരെ, നിന്റെ സമയം പറയാൻ ഈ ലോകത്താരെ കൊണ്ടാ കഴിയുക? നിന്റെ സമയം പറയാൻ, ഒരു മനുഷ്യന്റെ ഭാവി പറയാൻ എന്റെ പ്രിയമുള്ളവരെ ലോകത്തൊരു മനുഷ്യനെയും കൊണ്ടും കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാന ആയത്തെടുത്ത് ഓതി നോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, 5 കാര്യങ്ങൾ അല്ലാഹുവല്ലാതെ ലോകത്തൊരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. 5 കാര്യങ്ങൾ അല്ലാഹുവിനെ അറിയൂ. ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ഈ ലോകമെന്നാണ് തകരുന്നത്, ലോകം അവസാനിക്കുന്നതെന്നാണ്. വെള്ളിയാഴ്ചയാണെന്നല്ലേ പറയാൻ കഴിയൂ? അതിന്റെ അടയാളം പറയാനല്ലേ എല്ലാവർക്കും കഴിയൂ? ഏത് വർഷം, ഏത് മാസം, ഏതാഴ്ചയാണെന്ന് പറയാറ് അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ ഒരു മഖ്ലൂഖിനും കഴിയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വയുനസ്സിലുൽ ഗൈസ. മഴ എപ്പോഴാണ് പെയ്യുന്നത്, മഴ എപ്പോഴാണ് പെയ്യുന്നത്, പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പറയാൻ ഒരു മന്ത്രവാദിയെ കൊണ്ടും കഴിയില്ല. വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, അതാണാണോ പെണ്ണാണോ, അവന് കൈയുണ്ടോ കാലുണ്ടോ കണ്ണുണ്ടോ കരളുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, പറയാൻ പ്രവചിക്കാൻ 3 മാസം കഴിഞ്ഞാലല്ലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ? 3 മാസം കഴിഞ്ഞാലല്ലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ? അതാ 3 മാസം മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാറ് ഈ ലോകത്ത് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യന്റെ സമയം പറയാ, ഒരു മനുഷ്യന്റെ ഭാവി പറയാ. നാളെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാറ്, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ അല്ലാഹുവിനല്ലാതെ ലോകത്തൊരാളെ കൊണ്ടും കഴിയില്ല. ഖുർആൻ പറയുന്നു, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഒരു മനുഷ്യൻ എവിടെ കിടന്നാണ് മരിക്കുന്നത്, എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്നാണ് മരിക്കുന്നതെന്ന് പ്രവചിക്കാൻ ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും കഴിയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, അല്ലാഹു നിനക്ക് ദുഃഖം തരുന്നത്, വേദന തരുന്നത്, പ്രയാസങ്ങൾ തരുന്നത് എന്റെ പ്രിയമുള്ളവരെ അതല്ല പടച്ചവന്റെ തീരുമാനമോ, അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. കാരണം അല്ലാഹു പറയുകയാണ്, അല്ലാഹു തന്നെ ചോദിക്കുകയാണ്. അഫഹസല്ലാന്റെ ഖുർആൻ ചോദിക്കുകയാ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. അല്ലാഹു ചോദിക്കുന്നു, മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് സുഖിക്കാനല്ല. അല്ലാഹു പറയുകയാണ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്, അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന.
അല്ലാഹു ചോദിക്കുന്നു, സിറാജേ, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ല എന്നോട് ചോദിക്കുകയാണ്, എടാ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പീഡനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അവരനുഭവിച്ചതൊക്കെ അനുഭവിക്കാതെ വെറുതെ സ്വർഗത്തിൽ കിടക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ദുഃഖവും ദുരിതവും വേദനയും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാൾ പോലുമില്ല. ഇതെല്ലാം അല്ല നിനക്ക് തന്നത് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നോട് പടച്ചവന് ദേഷ്യമുള്ളത് കൊണ്ടല്ല. അല്ലാഹു നിനക്ക് ദുഃഖവും ദുരിതമൊക്കെ തരുന്നത്, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, നിന്റെ മക്കളെ നിന്നെ കൊണ്ട് കബറടപ്പിക്കുന്നത്, നിനക്ക് ലക്ഷങ്ങൾ കടം തരുന്നത്, വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായിട്ടും നിനക്കൊരു കുഞ്ഞിനെ തരാത്തത് അള്ളാന് വെറുപ്പുള്ളത് കൊണ്ടല്ല, അള്ളാന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അള്ളാന് നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടാ, അള്ളാന് നിന്നോട് ഇഷ്ടം കൂടിയത് കൊണ്ടാ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയായിരുന്നു. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത്, ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത്, ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചത് അത് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിനക്ക് ദുഃഖവും പ്രയാസമൊക്കെ തരുന്നത് നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നീ പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ, നാട്ടുകാരോട് പരാതി പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹു 6 പരീക്ഷണങ്ങൾ കൊടുക്കും. അല്ല ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു 6 പരീക്ഷണം കൊടുക്കും. എന്റെ പ്രിയമുള്ളവരെ, ഒരു 6 പരീക്ഷണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഈ പറയുന്ന 6 പരീക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാനോ നിങ്ങളോ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് സന്തോഷത്തോടെ പറയണം, അൽഹംദുലില്ലാഹ്, അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ പടച്ചവൻ എനിക്ക് ഈ പരീക്ഷണം തന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു 6 പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ദഹിക്കണമെന്നില്ല. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ലക്ഷങ്ങളുടെ കച്ചവടമുണ്ടായിരുന്ന കട പെട്ടെന്ന് പൂട്ടി, വീട്ടിലുള്ളവർക്ക് രോഗമായി, പ്രയാസങ്ങളായി, ദുഃഖവും ദുരിതവും തമ്മിലടിയായി. ഉടനെ പറയും, അടുത്തവൻ കൗടോത്രം ചെയ്തതാ, ആരോ എനിക്ക് മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുക, തകിട് കുഴിച്ചിട്ടത് കൊണ്ടാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മന്ത്രവാദം ഉണ്ടോ ഇല്ലേ അതെന്റെ വിഷയമല്ല, ഞാൻ അതൊന്നും പറയില്ല. എനിക്കത് വിവാദങ്ങളിലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കൂടോത്രം ചെയ്താൽ ഏക്കുവോ? ഏക്കില്ലേ? ഏക്കും. ആരെങ്കിലും ഒരു മനുഷ്യൻ നശിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഏക്കും എന്നുള്ളത് ഉറപ്പാ. അത് ചെയ്യാൻ പാടില്ല, വൻപാപത്തിൽ പെട്ടതാണ് മന്ത്രവാദം ചെയ്യൽ. അള്ളാഹു പറഞ്ഞതെന്തേ? അത് ചെയ്യാൻ പാടില്ല, എവനെങ്കിലും ചെയ്ത് അവനുള്ളത് ഞാൻ കൊടുത്തോളാന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളെന്തിനാ ബേജാറാവണേ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടോത്രം ചെയ്യുന്നവനുള്ളത് ഞാൻ കൊടുത്തോളാം എന്ന് അള്ളാഹ് ഏറ്റിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിക്കണം, അല്ലാതെ ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല ആരുടെ മുന്നിൽ പോയിട്ടും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ മന്ത്രവാദം ചെയ്താൽ അതിന് പ്രതിവിധി ഉണ്ടോ ഇല്ലേ? അതൊക്കെ ഉണ്ട്. ഖുർആനും ദിക്റുകളും അല്ലാതെ വേറെ മരുന്നൊന്നുമില്ല. ഇതൊക്കെ മാറ്റാനുള്ള വഴികളുണ്ടോ എന്ന് വെച്ചാൽ അതിനുണ്ട്. അതിലൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം അള്ളാഹു 6 പരീക്ഷണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഈ പറയുന്ന 6 പരീക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹിനെ സ്തുതിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5 കാര്യം ഓരോ ഇതിന്റെ സമയം ശരിയല്ലെന്നാ പലരും പറയണം. ഈ സമയം പറയാൻ ആരെക്കൊണ്ടാ കഴിയുക?
എന്റെ സമയം പറയാൻ ആരെ കൊണ്ടും കഴിയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. അത് നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ അള്ളാഹിനെ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. പിന്നെ അള്ളാഹു ആർക്കെങ്കിലും ഇപ്പൊ പ്രവാചകന്മാർക്കും മുഅ്ജിസത്തുകളുണ്ട്, കറാമത്തുകളുണ്ട്, അതൊക്കെ നിഷേധിക്കാൻ പാടില്ല. അതൊക്കെ ഉള്ള കാര്യം, അത് നമ്മുടെ വിഷയമല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 6 പരീക്ഷണങ്ങൾ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങളിൽ ഒന്നാമത്തെ പരീക്ഷണമേതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സാബിരീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങളിൽ ഒന്നാമത്തെ പരീക്ഷണം ഏതെന്നറിയുമോ? വൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാണ്. അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. അവന് ജീവിക്കാൻ തന്നെ പേടിയാണ്. ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ്. ജീവിക്കാൻ തന്നെ പേടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിച്ചതാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് 13 വർഷക്കാലം അള്ളാന്റെ റസൂൽ ഒരൊറ്റ രാത്രി പോലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല. 13 വർഷക്കാലം ലോകത്തിന്റെ നേതാവ് ശത്രുക്കളെ പേടിച്ചാ ജീവിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ പേടിക്കാതിരിക്കും? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കളെ വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മുസ്ലിമായതിന്റെ പേരിൽ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് മരുഭൂമിയുടെ മടിത്തട്ടിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് തന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടപാറ കൊണ്ട് തന്റെ യജമാനന്മാര് തല്ലിച്ചതച്ചു കൊണ്ടിരിക്കുമ്പോ ബിലാൽ തങ്ങൾ പറയുന്നു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? എന്റെ തൊണ്ട പൊട്ടുകയാണ്. ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ദാഹിച്ച് മരിക്കുമെന്ന് തന്റെ യജമാനനോട് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ അതാ തന്റെ യജമാനൻ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായ്ക്കകത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തിട്ടതാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ ബിലാൽ തങ്ങളെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബിലാൽ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒന്ന് രക്ഷിക്കുമോ നബിയേ, ഒന്ന് സഹായിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബിലാലേ, ക്ഷമിക്കു ബിലാലേ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സഹാബത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ എന്ത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിട്ടിരിക്കുകയാ. വീടിന്റെ വെളിയിലിറങ്ങിയാൽ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും ആയുധം പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളഞ്ഞിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കിടന്ന സ്ഥലത്ത് മഹാനായ അലിയാരി തങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് സൂറത്തു യാസീനിലെ ഒരായത്തോതിയിട്ട് ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മരുഭൂമിയിലൂടെ നടക്കല്ല നബിയേ, മരുഭൂമിയിലൂടെ നടക്കല്ല നബിയേ. അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കള് നമ്മളെ വന്ന് പിടിക്കും നബിയേ. എന്റെ ചുമലിലേക്ക് കയറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ തന്റെ ചുമലിലേക്ക് കയറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നടക്കുകയാണ്. അല്ലാഹുവേ, തോളിൽ വെച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് നടക്ക്, പിന്നെ തിരിച്ചു വന്ന പാടുകൾ മുഴുവനും മായിച്ചു കളയുകയാ. എന്നിട്ടതാ പോയിട്ട് എന്റെ പ്രിയമുള്ളവരെ, സൗർ ഗുഹയ്ക്കകത്ത് അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും 3 ദിവസത്തോളം അതിനകത്ത് ഒളിച്ചു കഴിഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, നമ്മൾ എന്തിനാ പേടിക്കുന്നത്?
അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ഭയം കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യമാര് ഭരിക്കട്ടെ, നമ്മുടെ രാജ്യമാര് ഭരിക്കട്ടെ, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാകട്ടെ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? ഞാനും നിങ്ങളും ആരെയാ പേടിക്കേണ്ടത്? നമ്മളൊക്കെ മരിക്കാൻ പേടിയില്ലാത്തവരല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ റബ്ബേ എനിക്ക് നല്ല മരണം തരണേ എന്ന് ദുആ ചെയ്യാറുള്ളൂ. അത് നമ്മളാ ചെറുപ്പക്കാരാ, അത് നമ്മളാ സഹോദരങ്ങള്. പാങ്കും വിളിച്ചു ഇഖാമത്തും കൊടുത്തു. എപ്പോഴാണ് പള്ളിക്കകത്ത് വെള്ള തുണിയിൽ കൊണ്ട് കിടത്തുന്നത്? ഇമാമ് കയറി എപ്പോഴാണ് കൈകെട്ടുന്നതെന്ന് ചിന്തിച്ച് നടക്കുന്നവരാ. നിനക്കും നിങ്ങൾക്കും മരിക്കാൻ പേടിയില്ലല്ലോ. നടറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ, തുണ്ടം തുണ്ടമായി നടറോഡിനകത്തിട്ട് വെട്ടിയാലും പള്ളിക്കകത്തിട്ട് വെട്ടിയാലും ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ കാത്തിരിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളാരും ആരെയും ഭയപ്പെടണ്ട, നമ്മളാരെയും പേടിക്കണ്ട. നമ്മളെ എന്തിനാണ്? റബ്ബിനെ മാത്രം പേടിച്ച് ജീവിക്കുക ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ അള്ളാഹു പേടി കൊടുക്കൂ. ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവ്. നിനക്കെതിരെ നാട്ടുകാർ മുഴുവനും തിരിയും, മഹല്ല് മുഴുവനും തിരിയും, കുടുംബക്കാര് മുഴുവനും തിരിയും, ഈ പ്രപഞ്ചം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞാലും നീ പേടിക്കണ്ട. അള്ളാഹിനിഷ്ടം കൂടിയത് കൊണ്ടാ പടച്ചവൻ നിനക്ക് പേടി തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണമേതെന്നറിയുമോ? അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം വൽ ഖൗഫ്. അള്ളാഹു ജീവിക്കാൻ അവന് പേടി കൊടുക്കുകയാ. അവന് പേടിച്ച് 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 ഇങ്ങനെ ജീവിക്കുകയാണ്. രണ്ടാമത്തെ പരീക്ഷണമേത്? വൽ ജൂ. അള്ളാഹു പട്ടിണി കൊടുക്കുകയാ. അള്ളാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കും. എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കും നിങ്ങൾക്കും പട്ടിണി എന്ന് പറയാനല്ലേ അറിയൂ. യഥാർത്ഥത്തിൽ പട്ടിണി എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ അനുചരന്മാര് 3 വർഷമല്ലേ പട്ടിണി കിടന്നത്. ഒരു ദിവസത്തിൽ ഒരു നേരം പട്ടിണി കിടക്കാൻ മനസ്സില്ലാത്തവര്, അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാരും തന്റെ കുടുംബക്കാര് 1 വർഷമല്ല, 2 വർഷമല്ല, 3 കൊല്ലമല്ലേ പട്ടിണി കിടന്നത്. വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവര് പച്ചില പറിച്ചു തിന്നല്ലോ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ട് കാശിക്കുന്നത് പോലെ, മൃഗങ്ങൾ കാശിക്കുന്നത് പോലെ അള്ളാന്റെ റസൂലും സഹാബത്തും കാശിക്കുകയാണ്. പച്ചിലയാടവർ പറിച്ചു തിന്നത്. ഇലയുടെ മുകളിലൂടെ നടന്നുപോയ പുഴുക്കളെ പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തെടുത്ത് കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ. ഇതൊക്കെ ഇസ്ലാമിന്റെ തുടക്കത്തിലാണെങ്കിൽ ലോകത്തിന്റെ നേതാവ് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 11ാമത്തെ ദിവസമുണ്ടല്ലോ, അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വൈകുന്നേര സമയമായി വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. വീടിന്റെ മറുസൈഡിൽ നിന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് എന്തേ വിളക്ക് കത്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി കരയുന്നത് എന്തിനെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്കിനകത്തൊഴിക്കാനുള്ള എണ്ണയില്ല. അള്ളാന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം നടന്ന സംഭവമാണ്. ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. എണ്ണയില്ലെന്ന് റസൂലുള്ളയോട് പറഞ്ഞാല് പ്രവാചകന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീവി മാറി നിൽക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എണ്ണയില്ല നബിയേ, ഈ വീടിനകത്ത് വിളക്കിലടിക്കാനുള്ള എണ്ണയില്ല നബിയേ. അള്ളാന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാഹ്,
പടച്ചവനെ സ്തുതിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഒരു ദിവസം വിശക്കുന്ന വയറോട് അള്ളാന്റെ റസൂല് വീട്ടിൽ കയറി വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ, എനിക്ക് വിശക്കുന്നു ആയിഷ, എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരുവോ ആയിഷ? അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ഭക്ഷണം ചോദിക്കാറില്ല. ആയിഷ ബീവി നിന്ന് കരയുകയാണ്. തന്റെ ഭർത്താവ് വിശന്ന വയറോടെ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ലല്ലോ. അള്ളാന്റെ റസൂലിന് കാര്യം മനസ്സിലായി. വീടിനകത്ത് ഭക്ഷണമില്ലെന്ന് മനസ്സിലായി. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇത്തിരി കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുവോ ആയിഷ? എനിക്കല്പം കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുവോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ട് കൈ ഇങ്ങനെ മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ട് കരയുകയാണ്. കുടിക്കാൻ പച്ചവെള്ളം പോലും ഇല്ലാത്ത വീടിനെ കുറിച്ചൊന്ന് ചിന്തിക്കുവാ. അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, കരയല്ലേ ആയിഷ, ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാലിതാ അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാര് വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോയെന്ന് ഉസ്താദന്മാര് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കും, ഉസ്താദേ, കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ? കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ? ഇങ്ങനെയൊക്കെ പട്ടിണിയുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീവി പറയുകയാണ്, ലൗകാന ഇന്ധനാദുഹുന്, എന്റെ വീടിനകത്തെങ്ങാനും വിളക്കിനകത്തൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണയെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട്, മക്കളെ, പട്ടിണി എന്താണെന്ന് നിനക്കറിയുവോ? പട്ടിണി എന്ന് നാവുകൊണ്ട് പറയുന്നവരാ, ജീവിതത്തിൽ പട്ടിണി എന്താണെന്ന് അനുഭവിക്കാത്തവരാ. എങ്കിലും പട്ടിണി ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദ് നബവിയിലേക്ക് നടന്നു വരുമ്പോ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ, എന്റെ കാസർഗോഡ് ചെറുക്കളയിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുന്നിലൂടെ റസൂലുള്ള നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാ. രണ്ട് കുഞ്ഞുങ്ങളെ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് വീട്ടിൽ കയറിയിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, മക്കള് കിടന്ന് കരയുന്നു, മോളെ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ. അള്ളാഹുവിന്റെ പ്രവാചകന് പള്ളിയിലേക്ക് കടന്നു ചെന്നു. സഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗിക്കുകയാണ്. പക്ഷേ ഫാത്തിമ ബീവിയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചിലാണ്. റസൂലുള്ള വീണ്ടും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, പാല് കൊടുക്ക് പൊന്നുമോളെ. പിന്നെയും അള്ളാന്റെ റസൂല് പ്രസംഗിച്ച് മൂന്നാമതും കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ. അള്ളാന്റെ റസൂല് പിന്നെയും വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്ക് ഫാത്തിമ. നാലാമതും കരച്ചലിന്റെ ശബ്ദം കേൾക്കുമ്പോ അള്ളാന്റെ റസൂല് പള്ളിക്കകത്ത് നിന്നിറങ്ങുകയാണ്. റസൂൽ വല്ലാതെ ദേഷ്യം വന്നു. അള്ളാന്റെ റസൂലിന് വല്ലാതെ ദേഷ്യം വന്നു. വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ, ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ? ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ? നിന്റെ സ്വന്തം മക്കള് വിശന്ന് കിടന്ന് കരയുമ്പോ അവർക്കൊന്ന് പാല് കൊടുക്കാൻ പോലും നിനക്ക് മനസ്സില്ലേ ഫാത്തിമ? വഴക്ക് പറഞ്ഞപ്പോ, അള്ളാന്റെ റസൂല് വഴക്ക് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാണ്. രണ്ട് കൈയുമെടുത്ത് മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയിലെന്ന് കരയുന്നത് കണ്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാന്റെ റസൂലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂൽ അടുത്ത് ചെന്നിട്ട് തന്റെ പൊന്നുമോളുടെ തലയിൽ കൈവച്ചിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ പൊന്നുമോളെ കരയുന്നത്? എന്തേ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കാത്തത്? ആ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പറയുന്നു, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ. എന്റെ മക്കൾക്ക് പാല് കൊടുക്കാം. എന്റെ മാറിടമെടുത്ത് വായിൽ വെച്ച് കൊടുക്കുമ്പോ എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു വാപ്പാ.
പട്ടിണി കിടന്ന് പച്ചവെള്ളവും കാരക്കയും തിന്ന് അവസാനം അതുപോലും തീർന്നു പോയിട്ട് അല്ലാഹുവേ മാറിടത്തിലെ പാല് പറ്റിയിട്ട് രക്തമിങ്ങനെ ഒലിക്കുകയാണ്. റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഒരു വാപ്പയല്ലേ തന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ പാലിന് പകരം രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ട് പിഞ്ചുമക്കള് വിശന്ന് കടന്ന് കരഞ്ഞ് തളർന്നു കിടക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങുകയാ. അള്ളാന്റെ റസൂല് വീടിനകത്ത് നിന്നിറങ്ങുകയാ. എന്നിട്ട് മരുഭൂമിയിലൂടെ തലകുലിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എത്രയോ ദൂരം ഇങ്ങനെ നടന്നു. നടന്ന് അവസാനം അല്ലാഹുവിന്റെ റസൂൽ ഒരു അറാബിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ഒരു അറാബിയായ മനുഷ്യന്റെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. അറാബിക്കറിയില്ല ഈ വരുന്നത് അല്ലാഹുവിന്റെ റസൂലാണെന്ന്. അറാബിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അറാബിയോട് ചോദിക്കുന്നു, മനുഷ്യാ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? അറാബി പറയുകയാ, ഈ കാണുന്ന ഈന്തപ്പന തോട്ടമുണ്ടല്ലോ, വെള്ളം കോരിയിട്ട് നനച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം ഞാൻ 3 കാരക്ക കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് വെള്ളം കോരുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് വെള്ളം കോരുകയാണ്. ഒരു തൊട്ടി വെള്ളം കോരി മരങ്ങളെ നനച്ചു. രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി. പടച്ചവരെ, 4ാമത് വെള്ളം കോരാ തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്, കയറടിഞ്ഞിട്ട് തൊട്ടി കിണറ്റില് വീണുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണുപോയി. അറാബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അറാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തേക്കടിച്ചു. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കിണറ്റിനകത്ത് വീണുപോയ തൊട്ടി കിടക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് കിണറ്റിനകത്ത് വീണുപോയ തൊട്ടി കിടത്തിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യാ എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. അറാബി അത്ഭുതത്തോടെ നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും ദേഷ്യപ്പെട്ടത് പോലുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ ചുമന്നു തുടത്ത് കിടക്കുകയാണ്. അറാബി 9 കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ തന്നെ തല്ലിയ തന്റെ യജമാനന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാണ്. 9 കാരക്ക തയ്യന്റെ കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ഓടുകയാ. മരുഭൂമിയിലൂടെ ഓടി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തളർന്നു കിടക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കാരക്ക പൊളിച്ചിട്ട് മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അല്ലാഹുവേ, ഭക്ഷണം കിട്ടിയ ആർത്തിയോടെ 2 മക്കളിങ്ങനെ വലിച്ചു വാരി തിന്നുകയാ. അല്ലാഹുവേ, ബിരിയാണിയല്ല തിന്നുന്നത്, വയറ് നിറച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്. റസൂലുള്ള കൊണ്ടുകൊടുത്ത കാരക്ക ഇങ്ങനെ 2 മക്കള് തിന്നുകയാ. അവസാനം തന്റെ കയ്യിൽ കുറച്ച് കാരക്ക ബാക്കി വന്നു. തന്റെ മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി അടുത്തേക്ക് വിളിക്കുന്നു, മോളെ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളുടെ കയ്യിലേക്ക് ബാക്കി വന്ന കാരക്കയെടുത്ത് വെച്ചു കൊടുക്കുമ്പോ റസൂലുള്ള മുഖം ഇങ്ങനെ താഴ്ത്തി പിടിക്കുകയാ. ഫാത്തിമയ്ക്ക് സംശയം തോന്നി. ഉപ്പാന്റെ മുഖം ഇങ്ങനെ ഉയർത്തുമ്പോ അടികൊണ്ട പാടിങ്ങനെ റസൂലുള്ളയുടെ മുഖത്ത് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് അറാബി തല്ലിയതിന്റെ അടയാളം കാണുകയാ. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, വാപ്പാ, ആരാണ് എന്റെ ഉപ്പനെ തല്ലിയത്? എന്റെ ഉപ്പയാരാണ് തല്ലിയത്? റസൂലുള്ള തന്റെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ കയ്യിൽ നിന്ന് തൊട്ടി അറിയാതെ കിണറ്റിൽ വീണപ്പോ എന്റെ യജമാനൻ തല്ലിയതാ ഫാത്തിമ.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു പട്ടിണി എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? എത്ര ശുക്ർ ചെയ്താലാ മതി വരിക? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പരീക്ഷണം നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് തന്നെ ഖബറടപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സ്വന്തം മക്കളുടെ മയ്യത്ത് നമ്മളെ കൊണ്ട് തന്നെ അല്ലാഹു ഖബറടപ്പിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 7 മക്കളുടെ മയ്യത്ത് ഖബറടക്കിയത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ 7 മക്കളുടെ മയ്യത്ത് ഖബറടക്കിയ വാപ്പയാ. അല്ലാഹുവേ, നമുക്കൊക്കെ ഒരെണ്ണം പോയാൽ പറ്റുമോ? നമ്മുടെ മക്ക് മരിക്കണ്ട ഒരു രോഗം വന്നാ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ 7 മക്കളുടെ മയ്യത്തല്ലേ ഖബറടക്കിയത്? എന്റെ പ്രിയമുള്ളവരെ, ബദർ യുദ്ധം കഴിഞ്ഞ് വരികയാണ്. 313 സഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ സന്തോഷത്തോടെ പ്രവാചകൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞ് ജയിച്ചിട്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, എന്തേ ആയിഷ കരയുന്നത്? എന്തേ ആയിഷ കരയുന്നത്? യാ റസൂലല്ലാഹ്, റുഖിയ മോളുടെ മയ്യത്ത് ഖബറടക്കാ കൊണ്ടുപോയി നബിയേ, ജന്നത്തിൽ ബഖീയിലേക്ക് പോകുക നബിയേ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ജയിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുന്നത് തന്റെ പൊന്നുമോള് റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ മരിച്ചിട്ട് മയ്യത്ത് ഖബറടക്കാ കൊണ്ടുപോയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ജന്നത്തിൽ ബഖീയിലേക്ക് ഓടുകയാണ്. റസൂലുള്ളാഹി ഓടി ചെല്ലുമ്പോ സഹാബത്ത് മുഴുവനും ഖബറിനകത്തേക്ക് മണ്ണ് വാരിയിടുകയാ. മണ്ണ് വാരിയിടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ സഹാബത്ത് മുഴുവനും മാറി നിന്നു. ഉസ്മാൻ തങ്ങളെ ചോദിക്കുന്നു, നബിയേ, മോളെ കാണണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് 3 പിടി മണ്ണ് വാരിയിട്ട് തന്റെ പൊന്നുമോളുടെ നെഞ്ചത്തേക്ക് വാരിയിടുകയാ. തന്റെ പൊന്നുമോളെ ഒന്ന് കാണാ പോലും കഴിഞ്ഞില്ലല്ലോ. 7 മക്കളുടെ മയ്യത്ത് ഖബറടക്കിയ വാപ്പയാട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്കിലോ എന്നെ പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് കഴിയുമോ? നമ്മളെ മക്കളെങ്ങാനും മരണപ്പെട്ടു പോയാ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, ഞാനൊരു മയ്യത്ത് കണ്ട ചെറുപ്പക്കാരാ, ഞാനൊരു വാപ്പയെയും ഉമ്മയെയും കണ്ട പൊന്നുമോനെ, ഞാൻ പഠിച്ച കടുവാ പള്ളിയുടെ ചാരത്ത് എനിക്കറിയുന്ന ഷാജഹാൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ഉസ്താദുണ്ട്. അല്ലാഹുവേ, ആ ഉസ്താദിന്റെ മൂത്തമകൻ മൂവാറ്റുപുഴയില് ബദരിയ എന്ന് പറയുന്ന കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, ഞായറാഴ്ച വൈകിട്ട് പഠിച്ചവരെ തന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി അവസാനം വീടിന്റെ ചാരത്തുള്ള ഒരു പുഴയിലേക്ക് കുളിക്കാനിറങ്ങിയതാ. അല്ലാഹുവേ, ഇർഷാദ് എന്ന് പറയുന്ന 18 വയസ്സുള്ള പൊന്നുമോര് അല്ലാഹുവേ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. പിറ്റേ ദിവസം തിങ്കളാഴ്ച മഗ്രിബിന്റെ സമയമായപ്പോ കടുവാ പള്ളിക്കകത്ത് എന്ത് തിരക്കായിരുന്നെന്നറിയോ? ഇർഷാദ് എന്ന് പറയുന്ന പൊന്നുമകന്റെ മയ്യത്ത് കൊണ്ടുവന്ന് കടുവാ പള്ളിക്കകത്ത് വെച്ചപ്പോ ആയിരക്കണക്കിന് ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, ആഫലീങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം ആ പൊന്നുമോന്റെ മയ്യത്തെടുത്ത് വെച്ചിട്ട് മയ്യത്ത് നമസ്കാരത്തിന് കയറി നിന്നിട്ട് അവന്റെ പ്രിയപ്പെട്ട വാപ്പ ഒരു പ്രസംഗം നടത്തി. സ്വന്തം മകന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ, ഈമാനുള്ളവർക്കല്ലാതെ അത് പറയാൻ കഴിയില്ല. തന്റെ പൊന്നുമോന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ആ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്നു, 18 കൊല്ലം അല്ലാഹു എനിക്കൊരു ഭാഗ്യം തന്നു, എനിക്കും എന്റെ ഭാര്യയ്ക്കും അല്ലാഹു 18 കൊല്ലം ഒരു ഭാഗ്യം തന്നു. ഒരു ഷഹീദിനെ വളർത്താൻ അല്ലാഹു എനിക്ക് ആയുസ് തന്നു. എന്റെ പൊന്നുമോന് 2 ഷഹീദിന്റെ കൂലിയാണല്ലോ, എന്റെ പൊന്നുമോന് 2 ഷഹീദിന്റെ കൂലിയാണല്ലോ. ഒന്നാമത്തെ ഭാഗ്യമെന്ത്? ഇൽമു പഠിക്കാൻ പോയ വഴിയിലാ എന്റെ പൊന്നുമോന് മരിച്ചുപോയത്. ഇൽമു പഠിക്കാൻ പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അവന് ഷഹീദാകാ ഭാഗ്യം കൊടുത്തല്ലോ. രണ്ടാമത്തെ ഭാഗ്യമെന്ത്? എന്റെ പൊന്നുമോന് വെള്ളത്തിൽ മുങ്ങിയാണല്ലോ മരിച്ചുപോയത്. എന്റെ പൊന്നുമോന് വെള്ളത്തിൽ മുങ്ങിയാണല്ലോ മരിച്ചുപോയത്. വെള്ളത്തിൽ മുങ്ങി മരിച്ച അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണപാടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പ തന്റെ പൊന്നുമോന്റെ മയ്യത്ത് വെച്ചിട്ട് പ്രസംഗിക്കുകയാ. ആ പൊന്നുമോന്റെ ഉമ്മ അവനെ യാത്രയാക്കിയത് എങ്ങനെയെന്നറിയുവോ? ആ പ്രിയപ്പെട്ട പൊന്നുമോന് 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മ എങ്ങനെയാ യാത്രയാക്കിയതെന്നറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഉമ്മയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകണം മോളെ. ഉമ്മയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകണം. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മുടങ്ങാതെ നോമ്പ് പിടിക്കുന്ന ഉമ്മയാണ്. അല്ലാഹുവേ പടച്ചവരെ, ഞായറാഴ്ച വൈകിട്ട് തന്റെ പൊന്നുമോ മരിച്ചു. അല്ലാഹുവേ, ഉമ്മ രാവിലെ എഴുന്നേൽക്കുകയാ. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കുന്ന പെങ്ങളാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് ആ ഉമ്മ നിയ്യത്ത് ചെയ്യുന്നു, അല്ലാ എല്ലാ ദിവസവും എനിക്ക് വേണ്ടിയാണല്ലോ നോമ്പ് പിടിക്കുന്നത്. പക്ഷേ ഇന്നത്തെ നോമ്പ് എന്റെ മോന് വേണ്ടിയാകട്ടെ. മരിച്ചു കിടക്കുന്ന തന്റെ പൊന്നുമോന് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് സുന്നത്ത് നോമ്പ് പിടിക്കുകയാ. അല്ലാഹുവേ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ തന്റെ പൊന്നുമോന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ പടച്ചവരെ, സ്വന്തം മകന് വേണ്ടി പിടിച്ച നോമ്പും മുറിക്കുകയാ. സ്വന്തം മകനെ കബറിലേക്ക് വിടുമ്പോ നോമ്പ് പിടിച്ചിട്ട് യാത്രയാക്കിയ പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, താങ്ങാ കഴിയുമോ? അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ സമ നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നൗഷാദ് ബാക്കവി ഉസ്താദ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരണപ്പെട്ടല്ലോ. അല്ലാഹുവേ പടച്ചവരെ, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അവസാനം തന്റെ പൊന്നുമോന്റെ മയ്യത്ത് കുളിപ്പിച്ചു. അവിടെ ഞാനുണ്ടായിരുന്നു. പടച്ചവരെ, മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ തന്റെ പൊന്നുമോനെ ഒന്ന് കാണാ പ്രിയപ്പെട്ട ഉമ്മാനെ കൊണ്ടുവന്നു, സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. എന്നിട്ട് ഉസ്താദ് പറയുന്നു, മോനെ കാക്ക സ്വർഗത്തിലേക്ക് പോകുകയാണ്. മോനെ കാക്ക സ്വർഗത്തിലാ. ഇനി ഇക്കാനെ കുറിച്ച് ചോദിക്കല്ലേ, ഇക്ക സ്വർഗത്തിലാ. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ പറയണമെങ്കിൽ ഈമാനുള്ളവർക്കല്ലാതെ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹ് ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പരീക്ഷണം ഏതെന്നറിയുമോ? ആ മനുഷ്യനെ കൊണ്ട് സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചറപ്പേ, അങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. രാവിലെ കവളിലും മതന്ന് ചിരിക്കുന്ന മുഖത്തോട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ കാക്കടേ അല്ലോ. വെട്ടിക്കീറി ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലുറപ്പേ. പടച്ചവരെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്നുറങ്ങിയ മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പരീക്ഷണം. മക്കള് മരിച്ചവരൊക്കെ ഉണ്ടാകാം, മക്കള് മരിച്ചവരൊക്കെ ഉണ്ടാകാം. പറ ഉപ്പ, അൽഹംദുലില്ലാ, അല്ലാഹ് നിനക്ക് ഭാഗ്യം തന്നില്ലേ. നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്റെ മക്കള് നിന്നെ കാത്തിരിക്കുക, കൊണ്ടുപോകാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പരീക്ഷണം. സമയണ്ട നിർത്താറായ? പിരിവൊന്നും ഇല്ലല്ലോ. ചെറുക്കളയുടെ ഏറ്റവും വലിയ പ്രത്യേകത പിരിവില്ല, ബക്കറ്റ് പിരിവില്ലല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവരും വയത് പൈസയ്ക്ക് വേണ്ടിയൊക്കെയാണ് വയത്. ഇവിടെ അതില്ല.
ഇവിടെ പൈസയില്ല, ബക്കറ്റ് കളക്ഷനും പോലില്ല, പോക്കറ്റ് സേഫ്റ്റിയാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്കൊക്കെ ചൊരിഞ്ഞു തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ പരീക്ഷണം. കമീസ് ഇട്ടിട്ട് ആദ്യമായിട്ടാ വഴുത് പറയണേ, നല്ല ചൂട്. കാരണം ഞാൻ ബഹ്റൈനിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരിക, ഇടാനുള്ള വസ്ത്രം പോലും ഇല്ലതുകൊണ്ട്. ഇന്നലെ 2 ദിവസമായിട്ട് ബഹ്റൈനിലായിരുന്നപ്പോ ഇങ്ങനെ വന്നപ്പോ വസ്ത്രം എന്റെ കയ്യിലില്ല, ഉള്ളത് കൊണ്ടിങ്ങനെ. മാഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ പരീക്ഷണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന 4ാമത്തെ പരീക്ഷണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന 4ാമത്തെ പരീക്ഷണം, അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് അവനെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് കച്ചവടമൊക്കെ പെട്ടെന്ന് നഷ്ടത്തിലായിട്ട് നിനക്ക് ദാരിദ്ര്യം, കടങ്ങൾ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഇപ്പൊ പറയണത് ആരോ അടുത്ത കടക്കാരന്റെ ഫ്രാക്ക് കാരണം പൊട്ടിയതാ നമ്മൾ വിചാരിക്കണേ. ഓൻ എന്തോ ചെയ്തു വെച്ചത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1000-500 നിരോധിച്ചപ്പോ എല്ലാരും നരേന്ദ്രമോദിയെ കുറ്റം പറയണേ. എന്തിനാ ഓനെ കുറ്റം പറയണേ? ഓനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഓനെ കുറ്റം പറഞ്ഞ് ഒന്നും കിട്ടാനില്ല. നമ്മുടെ വിധിയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാമ്പത്തിക ഞെരുക്കം തന്ന അള്ളാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളെ കുറ്റം പറഞ്ഞാൽ മതി, അദ്ദേഹത്തെ കുറ്റം പറയണ്ട. കാരണം എന്തേ? നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്. ഒരു 2 നില വീടുണ്ടെന്ന്, ഇപ്പൊ ഇങ്ങനെ നല്ല 2 നിലയുള്ളൊരു വീടിന്റെ അലമാരിക്കകത്ത് 500-1000-ന്റെയും കെട്ടുകൾ കെട്ടി വെച്ചിരിക്ക. അപ്പോഴാണ് പള്ളി കമ്മിറ്റിക്കാര് പോയിട്ട് പറയുന്ന, ഒരു 30 വയസ്സായ ഒരു എത്തിയുമായ പെൺകുട്ടിയുണ്ട്, കെട്ടിക്കാനാ വല്ലതും തരൂ. ഈ മനുഷ്യൻ ഇങ്ങനെ തപ്പും. അല്ലെങ്കിൽ അകത്ത് പോയിട്ട് ഒരു 500-ന്റെ നോട്ട് കൂടി അത്രയുള്ളു, ഒരു 500-ന്റെ അല്ലെങ്കിൽ 1000-ന്റെ നോട്ട് എടുത്തുകൊണ്ട് വന്നാൽ വലിയ പുണ്യം. എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കാണുന്ന മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് പറയും, ഇതേ എന്റെ കയ്യിലുള്ളൂ, ഒന്നുമില്ല. വീടിന്റെ അലമാരിക്കകത്ത് ലക്ഷങ്ങൾ വെച്ചിട്ട് പറഞ്ഞ വാക്കെന്ത്? എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നീ 10 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു, അള്ളാഹു നിന്നെ അങ്ങനെ തന്നെ ആക്കി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് പറഞ്ഞാക്കിയതാ. കയ്യിൽ വെച്ചിട്ടില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞു, അള്ളാഹു നിന്നെ ഇല്ലാതാക്കി. ഇനിയും പറഞ്ഞ ഇപ്പം കുറച്ചെങ്കിലും കിട്ടും. ഇപ്പൊ 24,000 30,000 കിട്ടും. ഇനിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ യത്തീംഖാനയിലാക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമ്പത്ത് അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോ സ്വന്തം കാലിന്റെ അടിയിൽ കിടന്ന ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്ക് വീടുണ്ട്, വാഹനമുണ്ട്, വാടകയ്ക്കെങ്കിലും വീടുണ്ട്. അള്ളാഹുവിന്റെ റസൂലും മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോ 1 സെന്റ് പോയിട്ട്, വാടക വീട് പോയിട്ട്, തന്റെ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാരും വിചാരിച്ചിരിക്കുന്നത് പണം ഒരു അനുഗ്രഹമാണ്. നല്ല ചങ്ങായിമാരെ, പണം അനുഗ്രഹമല്ല.